ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഏഷ്യയിൽ നിന്ന് ആരുമില്ല. ആഫ്രിക്കയിൽ നിന്ന് 2 ടീമുകൾ, മൊറോക്കോയും ഈജിപ്തും. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 4 ടീമുകളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ബ്രസീൽ, അർജന്റീന, കൊളംബിയ, പരാഗ്വേ. നോർത്ത് അമേരിക്കയിൽ നിന്നും 3 രാജ്യങ്ങൾ. 3 പേരും ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. യൂറോപ്പിൽ നിന്ന് 7 രാജ്യങ്ങളാണ് ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുന്നത്. നോർവേ, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളാണ് ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത്. ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്നു തന്നെ തുടക്കമാവുകയാണ്. നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയ ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോ ആതിഥേയരായ കാനഡയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30-നാണ് മത്സരം. രണ്ടാം പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ലോകകപ്പ് ജേതാക്കളായ ഫ്രാൻസ് ലാറ്റിൻ അമേരിക്കൻ ടീമായ പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ലോകകപ്പ് ജേതാക്കളായ ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് പരാഗ്വേ വരുന്നത്. ജൂലൈ 5-ന് പുലർച്ചെ 2:30-നാണ് മത്സരം. ജൂലൈ 6-ന് പുലർച്ചെ 1:30-നാണ് പ്രീ ക്വാർട്ടറിലെ വമ്പൻ പോരാട്ടങ്ങളിലൊന്ന് നടക്കുന്നത്. ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഹാളണ്ടിന്റെ നോർവേയുമായി ഏറ്റുമുട്ടും. അന്ന് തന്നെ 5:30-ന് നടക്കുന്ന മറ്റൊരു പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ നേരിടും. ജൂലൈ 7-ന് പുലർച്ചെ 12:30-നാണ് ലോകകപ്പിലെ ക്ലാസിക് പോരാട്ടം നടക്കുന്നത്. യൂറോപ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം. സ്പെയിനും പോർച്ചുഗലും തമ്മിൽ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലാമിൻ യമാൽ പോരാട്ടം. കഴിഞ്ഞ യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സമനിലയായിരുന്നു ഫലം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3-നായിരുന്നു പോർച്ചുഗലിന്റെ വിജയം. അന്ന് തന്നെ പുലർച്ചെ 5:30-ന് നടക്കുന്ന മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക യൂറോപ്യന്മാരായ ബെൽജിയത്തെ നേരിടും. തുടർന്ന് രാത്രി 9:30-ന് നടക്കുന്ന പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സി, മുഹമ്മദ് സലാ പോരാട്ടത്തിനാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. ജൂലൈ 8-ന് പുലർച്ചെ 1:30-ന് നടക്കുന്ന പ്രീ ക്വാർട്ടറിലെ അവസാന മത്സരത്തിൽ യൂറോപ്യന്മാരായ സ്വിറ്റ്സർലാൻഡ് ലാറ്റിൻ അമേരിക്കൻ ടീമായ കൊളംബിയയെ നേരിടും. അതോടെ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തിരി തെളിയും.